പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ശനിയാഴ്ചയുടെ രാത്രിക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്യാം. ഈ ഒരാഴ്ച മുഴുവൻ ദൈവം നമ്മെ അത്ഭുതകരമായി അതിശയകരമായി നടത്തിയല്ലോ. അദൃശ്യനായ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോട് കൂടെയിരുന്ന് കാലുകളിൽ തട്ടാതെ കാലിലെ വീഴ്ചയിൽ നിന്ന്, കണ്ണിനെ കണ്ണുനീരിൽ നിന്ന്, പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ച നമ്മുടെ കർത്താവിനെ ഇന്ന് രാത്രി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ. ആമേൻ. അവൻ എത്ര നല്ലവനാണ്, അവൻ എത്ര വല്ലവനാണ്. ഹല്ലേലൂയ. പറഞ്ഞു തീരാത്ത ദാനങ്ങളെ കൊണ്ട് ഓരോ നിമിഷവും നമ്മെ ജയത്തോടെ നടത്തുന്ന ദൈവത്തിന്റെ വിശ്വസ്തത. ഹല്ലേലൂയ. ആമേൻ. ഈ ദിനങ്ങളിൽ അത് അനുഭവിച്ചറിഞ്ഞവർ മൗനമായിരിക്കരുത്. അല്പസമയം നന്ദിയോടെ ഹല്ലേലൂയ ദൈവത്തെ സ്തുതിക്കുവാൻ എത്ര പേർക്ക് കഴിയും? ഹല്ലേലൂയ. അവൻ ആരാധനയ്ക്ക് യോഗ്യൻ, സകല മഹത്വത്തിനും സകല പുകഴ്ചയ്ക്കും യോഗ്യൻ. ആമേൻ. ഇന്ന് രാത്രി ഹല്ലേലൂയ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ഒരുമിച്ച് ആ കർത്താവിനെ ആരാധിക്കാം, ആ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. പ്രിയരേ, ചില രാത്രികൾ ഉറക്കത്തിനല്ല, ആമേൻ, പ്രാർത്ഥനയ്ക്കാണ്. ആമേൻ. ചില കണ്ണീർ ദൗർബല്യമല്ല, അത് ദൈവത്തിന്റെ മുമ്പിലുള്ള സമർപ്പണമാണ്. ആമേൻ. ഇന്ന് രാത്രി ആമേൻ നാം പാടുവാൻ ആമേൻ പോകുന്ന ഈ പാട്ട് വേദനയിൽ നിന്നുള്ള ഒരു നിലവിളിയല്ല, ആമേൻ, വിശ്വാസത്തിൽ നിന്നുള്ള ഒരു പ്രഖ്യാപനമാണ്. ആമേൻ. ഇരുളിന്റെ നടുവിൽ വെളിച്ചം വരുന്നു എന്ന് നാം പ്രഖ്യാപിക്കുന്നു. ആമേൻ. തകർന്ന ഹൃദയങ്ങൾ ഇന്ന് പുതുക്കപ്പെടും. ആമേൻ. ബന്ധനങ്ങൾ അഴിഞ്ഞു പോകും. പ്രാർത്ഥനയ്ക്ക് ഉത്തരം വരും. ആമേൻ. നമുക്ക് ഹൃദയം തുറക്കാം, അവന്റെ സന്നിധിയിൽ സ്വാഗതം ചെയ്യാം. ഇന്ന് രാത്രി അവൻ വരും. ആമേൻ. ചേർന്ന് പാടി നമുക്ക് ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഇന്ന് രാത്രി നീ വരും, ഹൃദയം തൊടുവാൻ, മൗനത്തിലെ കരച്ചിൽ നീ കേൾക്കുവാൻ, ഇരുളിന്റെ നടുവിൽ വെളിച്ചമാകാൻ, തകർന്ന മനസ്സുകൾ പുതുക്കുവാൻ. ആത്മാവിൽ നിർധാരയായി ക്ഷീണിച്ച ജീവൻ ശക്തിയായി, അടഞ്ഞ വാതിൽ തുറക്കുവാൻ, കെട്ടുകളെല്ലാം അഴിയുവാൻ. യേശുവേ, ഇന്ന് ഞങ്ങൾ വിളിക്കുന്നു, നിന്റെ സന്നിധി വിടടെ നിറയുന്നു. കർവയുടെ മഴ ഇന്ന് പെയ്യുന്നു, ഞങ്ങളുടെ ജീവിതം മാറുന്നു. പ്രാർത്ഥനകൾക്ക് ഉത്തരം തരാൻ, നിരാശയെ പ്രത്യാശയാക്കാൻ, വീണവനെ എഴുന്നേൽപ്പിക്കാൻ, വൈത്തെനീക്കുവാൻ. എത്ര പേര് വിശ്വസിക്കുന്നു? ആമേൻ. ഇന്ന് രാത്രി ഹല്ലേലൂയ, ആമേൻ, കൃപയുടെ മഴ ആമേൻ ഇന്ന് രാത്രി പെയ്യുമെന്ന്. ആമേൻ. നമ്മുടെ ജീവിതം മാറും. ഹല്ലേലൂയ. പ്രാർത്ഥനകൾക്ക് ഉത്തരം തരാൻ, ആമേൻ, നിരാശയെ പ്രത്യാശയാക്കാൻ, വീണവനെ എഴുന്നേൽപ്പിക്കുവാൻ, ഭയത്തെ നീക്കുവാൻ. ഹല്ലേലൂയ. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രിക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളെ വാഴ്ത്തുന്നു,
ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. സകല മഹത്വത്തിനും സകല പുകഴ്ചയ്ക്കും സകല ആരാധനയ്ക്കും യോഗ്യനായ കർത്താവിനെ ഇന്ന് രാത്രി നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്ന കർത്താവേ, കൃപയുടെ മഴ ഇന്ന് രാത്രി പെയ്യുവാൻ പോകുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ ജീവിതം മാറുവാൻ പോകുന്നതിനായി സ്തോത്രം. പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുവാൻ പോകുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ നിരാശയെ പ്രത്യാശയാക്കി മാറ്റുവാൻ പോകുന്നതിനായി സ്തോത്രം. വീണവനെ എഴുന്നേൽപ്പിക്കുവാൻ പോകുന്നതിനായി സ്തോത്രം. ഭയത്തെ നീക്കുന്നതിനായി സ്തോത്രം. ആമേൻ. ശുശ്രൂഷിപ്പാൻ അടിയനെ ശക്തീകരിക്കണമേ. ജനത്തെ അവിടുന്ന് ഒരുക്കണമേ. സകല മഹത്വവും മാനവും പുകഴ്ചയും അവിടുത്തേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. പ്രിയരെ, ഇന്ന് ശനിയാഴ്ച രാത്രി ഈ 11:30 മണിയോട് അടുത്ത സമയം, ഹല്ലേലൂയ, ഒരുപാട് പേര് ആമേൻ ഉറക്കത്തിലേക്ക് ആമേൻ പോകുകയാണ്, അല്ലേ? ഹല്ലേലൂയ. ഇത് ഉറങ്ങുവാനുള്ള സമയമാണ്. പക്ഷെ ചിലർക്ക് ഇത് ഹല്ലേലൂയ ആമേൻ ആശങ്കയുടെ സമയമാണ്. ആമേൻ. ചിലർക്ക് ഇത് കണ്ണുനീരിന്റെ സമയമാണ്. ചിലർക്ക് ഇത് ഇനി എന്താകും എന്ന ചോദ്യത്തിന്റെ സമയമാണ്. ഹല്ലേലൂയ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു ആശ്വാസ വാക്കല്ല, ആമേൻ, ഒരു പ്രവചന വാക്കാണ്. ആമേൻ. ഇന്ന് നീ തകർന്നിരിക്കാം, പക്ഷേ ദൈവം നിന്നെ ആമേൻ അതേ കൈവിടത്തില്ല. ഹല്ലേലൂയ. ദൈവം നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല. ആമേൻ. ദൈവം നിന്നെ അനാഥനായി വിട്ടിട്ടില്ല. ആമേൻ. ദൈവം നിന്നെ അവസാനിപ്പിച്ചിട്ടില്ല. ഹല്ലേലൂയ. മീഖാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 8-ാം വാക്യം ആമേൻ വായിച്ച് ഇന്ന് രാത്രിയിലെ ശുശ്രൂഷ ആരംഭിക്കട്ടെ. ഇരുന്നവനും ഇരിക്കുന്നവനും ആദ്യനും അന്ത്യനും അൽഫയും ഒമേഗയും വീണ്ടും വരുന്നവനുമായ നിസ്തുലനായ യേശു കർത്താവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാവർക്കും വന്ദനം ചൊല്ലിക്കൊണ്ട് ആമേൻ. മീഖാ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം ആമേൻ വായിക്കാം. എന്റെ ശത്രുവായവളെ, എന്നെ ചൊല്ലി സന്തോഷിക്കരുത്. വീണുവെങ്കിലും ഞാൻ വീണ്ടും എഴുന്നേൽക്കും. ഞാൻ ഇരുട്ടത്തിരുന്നാലും യഹോവ എനിക്ക് വെളിച്ചമായിരിക്കും. ആമേൻ. എന്റെ ശത്രുവേ, എന്നെ കുറിച്ച് സന്തോഷിക്കരുതേ. ആമേൻ. ഞാൻ വീണാലും എഴുന്നേൽക്കും. ഞാൻ ഇരുട്ടിൽ ഇരിക്കുമ്പോൾ യഹോവ എനിക്ക് വെളിച്ചമായിരിക്കും. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഇത് വീണവർക്കുള്ള വചനമാണ്. ഹല്ലേലൂയ. വീഴുവാൻ തക്കവണ്ണം അവർ തള്ളിയെങ്കിലും യഹോവ എന്നെ താങ്ങിയിരിക്കുകയാൽ ഹല്ലേലൂയ. ആമേൻ. ഞാൻ ജീവനോടെ ഇരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ഇത് തോറ്റവർക്കുള്ള വചനമാണ്. ഹല്ലേലൂയ. ആമേൻ. നിന്നെ പരാജയപ്പെടുത്തുവാൻ നോക്കിയെങ്കിൽ ഹല്ലേലൂയ നീ പരാജയപ്പെട്ടു എന്ന് ചിന്തിച്ചിരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി നിന്നോടുള്ള ദൈവത്തിന്റെ വചനമാണ്. ഹല്ലേലൂയ. ഇത് ആമേൻ എനിക്കിനി കഴിയില്ല എന്ന് കരുതുന്നവർക്കുള്ള വചനമാണ്. ഹല്ലേലൂയ. 3 മേഖലയിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. ആമേൻ. ചിലർ പറയുന്നു ആമേൻ ഞാൻ വീണുപോയി. ആമേൻ. ചിലർ പറയുന്നു ഞാൻ തോറ്റുപോയി. ചിലർ പറയുന്നു ഇനി എനിക്ക് കഴിയില്ല. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് രാത്രി ആമേൻ നീ വീണാലും അവസാനമല്ല, നീ ഇരുട്ടിലായാലും അവസാനമല്ല. ആമേൻ. ദൈവം നിന്നെ വീണ്ടും ഉയർത്തും. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ ഇരു കരങ്ങളും ചേർത്തടിച്ച് നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. ശ്രുതികളിൽ വസിക്കുന്ന സർവശക്തനായ ദൈവം ഇന്ന് രാത്രി മുഴുവൻ സാന്നിധ്യവുമായി നിങ്ങളായിരിക്കുന്ന റൂമിനകത്ത് ആ വചനത്തിന്റെ ശക്തിയെ പകരുന്ന രാത്രി സെഫന്യാവിന്റെ പുസ്തകം 3-ാം അധ്യായം 17-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. നിന്റെ ദൈവമായ യഹോവ നിന്റെ നടുവിലുണ്ട്. അവൻ രക്ഷകനായ വീരൻ. അവൻ നിന്നെ കുറിച്ച് സന്തോഷിച്ചാനന്ദിക്കും. ഇന്ന് രാത്രി നീ ദൈവത്തെ അന്വേഷിക്കുമ്പോൾ ദൈവം നിന്നെ കുറിച്ച് സന്തോഷിക്കുന്നു. ഹല്ലേലൂയ. ദൈവം നിന്നെ ശിക്ഷിക്കാനല്ല പുനഃസ്ഥാപിക്കുവാനാണ് അതേ നിന്നെ അരികിലേക്ക് വരുന്നത്. ഇന്ന് രാത്രി ദൈവത്തോട് അടുത്ത് ചെല്ലുന്നവരോട് അവൻ അടുത്തു വരുന്ന രാത്രിയാണ്. വായിച്ചാട്ടെ സെഫന്യാവിന്റെ പുസ്തകം 3-ാം
1 17 വാക്യം. ആമേൻ. നിന്റെ ദൈവമായ യഹോവ നിന്റെ നടുവിൽ ഉണ്ട്. ആമേൻ. നീ എത്ര പ്രശ്നത്തിന്റെ നടുവിലായാലും, നീ എത്ര പ്രതികൂലത്തിന്റെ നടുവിലായാലും, എത്ര തീച്ചൂളയുടെ നടുവിലായാലും, എത്ര വലിയ കൂരിരുളിന്റെ അനുഭവത്തിലായാലും, എത്ര വല്ല ഭാരത്തിന്റെ അനുഭവത്തിലായാലും, എത്ര വല്ല രോഗത്തിന്റെ അവസ്ഥയിലായാലും, ഇന്ന് രാത്രി അവൻ നിന്റെ നടുവിലുണ്ട്. ഹല്ലേലൂയ. വായിച്ചാട്ടെ. നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി, നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന വീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു. നിന്റെ മധ്യേ ഇരിക്കുന്നു. അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും. അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും. തന്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നു. തന്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നു. ഘോഷത്തോടെ അവൻ നിങ്ങൾ ആനന്ദിക്കും. ഘോഷത്തോടെ അവൻ നിങ്ങൾ ആമേൻ ആനന്ദിക്കും. ഹല്ലേലൂയ. ആമേൻ. അതെ, ഇന്ന് രാത്രി ആമേൻ ഭാരത്തോടായിരിക്കുന്നവരോട്, നിരാശയോടായിരിക്കുന്നവരോട്, പ്രതികൂലത്തിന്റെ നടുവിൽ ആയിരിക്കുന്നവരോട്, തകർച്ചയുടെ നടുവിൽ ആയിരിക്കുന്നവരോട്, പ്രതീക്ഷ നഷ്ടപ്പെട്ടു എന്ന് ചിന്തിച്ചിരിക്കുന്നവരോട് ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം ഇടപെടുകയാ. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം ആമേൻ 4-ാം അധ്യായം 16, 17, 18 വാക്യം. നമ്മുടെ പുറമെയുള്ള മനുഷ്യൻ നശിച്ചാലും അകത്തെ മനുഷ്യൻ ദിനം പ്രതി പുതുക്കപ്പെടുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി സന്തോഷമുള്ളവർ, പ്രത്യാശയുള്ളവർ, ആമേൻ, കണ്ണുനീരും ദുഃഖവും പേറി ഇരിക്കത്തക്ക വിധത്തിൽ മുട്ടനായവർ, ഓ 4 ദിക്കിൽ നിന്നും നിനക്ക് സമ്മർദ്ദം കൊണ്ടുവന്ന് ഒരു വിധത്തിലും നിന്നെ വിടാതെ കണ്ട് നിന്നെ ഞെരുക്കുന്നുവെങ്കിൽ, നിന്നെ നിരാശപ്പെടുത്തുന്നുവെങ്കിൽ, ഇന്ന് രാത്രി നിന്നോടുള്ള ദൈവത്തിന്റെ ദൂതാണ്. വായിച്ചാട്ട. ഹല്ലേലൂയ. നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം, നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി, അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ, തേജസ്സിന്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. കാണുന്നതിനെയല്ല, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. ആമേൻ. നമ്മുടെ പുറമെയുള്ള മനുഷ്യൻ നശിച്ചാലും ക്ഷയിച്ചു പോയാലും ആമേൻ, അകത്തെ മനുഷ്യൻ ദിനം പ്രതി പുതുക്കപ്പെടുന്നു. ഹല്ലേലൂയ. ഈ കാലഘട്ടം ആമേൻ പ്രിയരെ എന്താണ് ചെയ്യുന്നത്? ആമേൻ, മനസ്സിനെ ക്ഷീണിപ്പിക്കുന്നു, അല്ലേ? ഹല്ലേലൂയ. വീട്ടിലെ വിഷയം, ആമേൻ, ജോലി സ്ഥലത്തെ വിഷയം, കുഞ്ഞുങ്ങളുടെ വിഷയം, ആമേൻ, ആമേൻ, ഹല്ലേലൂയ. നാം ആയിരിക്കുന്ന സമസ്ത മേഖലകളിൽ ആമേൻ നമ്മുടെ ഹൃദയത്തെ, ആമേൻ, നമ്മുടെ അകത്തെ മനുഷ്യനെ ആമേൻ ക്ഷീണിപ്പിക്കുന്ന തരത്തിലുള്ള വിഷയങ്ങളല്ലേ ആമേൻ ഈ ദിനങ്ങളിൽ നാം അഭിമുഖീകരിച്ചത്, ഇന്ന് പകലിലും നാം കേട്ടത്. ഹല്ലേലൂയ. ആമേൻ. അതേ, മനസ്സിനെ മാത്രമല്ല നമ്മുടെ ശരീരത്തെ തളർത്തുന്ന ഹല്ലേലൂയ ആമേൻ വിധത്തിലുള്ള ആമേൻ ചില ശാരീരികമായ രോഗങ്ങളും ആമേൻ ശാരീരികമായ ബുദ്ധിമുട്ടുകളും ആമേൻ നമ്മെ പലരെയും എന്ത് ചെയ്യാ തളർത്തുന്നു. ഹല്ലേലൂയ. ബന്ധങ്ങളെ തകർക്കുന്നു. ആമേൻ. പക്ഷെ വചനം പറയുന്നു അകത്തെ മനുഷ്യൻ പുതുക്കപ്പെടുന്നു. ആമേൻ. നിനക്ക് കാണുന്നത് നഷ്ടമാണ്, എന്നാൽ ദൈവം കാണുന്നത് നിത്യ മഹത്വമാണ്. ആമേൻ. നീ കാണുന്നത് ആമേൻ കഷ്ടമാണ്, നീ കാണുന്നത് ദുഃഖമാണ്, നീ കേൾക്കുന്നത് നിരാശയാണ്, നീ കേൾക്കുന്നത് ആശങ്കയാണ്, നീ കാണുന്നത് ആമേൻ നിന്നെ വേദനിപ്പിക്കുന്നതാണ്. എന്നാൽ ഇന്ന് രാത്രി നിന്നെ നോക്കി സ്വർഗം പറയുന്നു അകത്തെ മനുഷ്യൻ അതേ പുതുക്കപ്പെടുകയാണ്. ഹല്ലേലൂയ. നീ കാണുന്നത് നഷ്ടമാണെങ്കിൽ ആമേൻ നിന്നെ നോക്കി സ്വർഗത്തിലെ ദൈവം പറയുന്നു ഞാൻ കാണുന്നത് നിത്യ മഹത്വമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് അപ്പോസ്തലനായിരിക്കുന്ന പത്രോസ്ലീഹ ദൈവസഭയ്ക്ക് ലേഖനം എഴുതിയപ്പോൾ 1-ാം ലേഖനം അതിന്റെ 5-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഇങ്ങനെ ആമേൻ എഴുതിയത്, അല്പകാലം കഷ്ടം അനുഭവിച്ച ശേഷം അവൻ നിങ്ങളെ സമ്പൂർണരാക്കി ആമേൻ ഉറപ്പിച്ച് ശക്തിപ്പെടുത്തും. ആമേൻ. വായിച്ചാട്ടെ. ഹല്ലേലൂയ. എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ, ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ചു ശക്തീകരിക്കും.
ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, കഷ്ടം സാരമില്ല. ആമേൻ. ഹല്ലേലൂയ. കാരണം കഷ്ടം സ്ഥിരമല്ല. ഹല്ലേലൂയ. ആമേൻ. നിന്നെ കഷ്ടപ്പെടുത്തുന്ന ആമേൻ വിഷയം എന്തുമാകട്ടെ, ആമേൻ, ഇന്ന് രാത്രി സ്വർഗം പറയുന്നു ആമേൻ അത് സ്ഥിരമല്ലെന്ന്, അതുകൊണ്ട് അത് സാരമില്ലെന്ന്. ആമേൻ. എന്നാൽ കൃപ സ്ഥിരമാണ്. ഹല്ലേലൂയ. അതിലാണ് കാര്യം. ആമേൻ. ഹല്ലേലൂയ. ഇന്നത്തെ കാലഘട്ടം മാനസിക സമ്മർദ്ദത്തിന്റെ കാലഘട്ടമാണ്, അല്ലേ? കാലം. ആമേൻ. ഹല്ലേലൂയ. അതെ, ഇന്നത്തെ കാലം സമ്മർദ്ദത്തിന്റെ കാലം. ആമേൻ. ഇന്നത്തെ യുവാക്കൾ എന്ത് ചെയ്യുന്നു? ചിരിക്കുന്നു. ഹല്ലേലൂയ. പക്ഷേ അകത്ത് തകർന്നിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. സോഷ്യൽ മീഡിയയിൽ സന്തോഷം. ഹല്ലേലൂയ. ആമേൻ. മണിക്കൂറുകൾ സോഷ്യൽ മീഡിയയിൽ ആമേൻ സമയം ചെലവഴിക്കുന്നു. സന്തോഷമാ. പക്ഷേ മുറിയിൽ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ അവർ കരയുകയാണ്. ഹല്ലേലൂയ. ദൈവം പറയുന്നു, നിന്റെ ഇരുട്ട് ഞാൻ കാണുന്നു. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി നിന്റെ വേദന കാണുന്ന ഒരു സ്വർഗമുണ്ട്. നിന്റെ കഷ്ടത കാണുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ സങ്കടങ്ങൾ അറിയുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ നിരാശ കാണുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ പ്രതികൂലങ്ങളെ കാണുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ വെല്ലുവിളികളെ കാണുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ആമേൻ. കണ്ണുനീരിന്റെ കാലം. ആമേൻ. ഹല്ലേലൂയ. അതെ, വിതയ്ക്കുന്ന കാലമാണ്. ഹല്ലേലൂയ. കണ്ണുനീരിന്റെ കാലം എന്ന് പറയുന്നത് വിതയ്ക്കുന്ന കാലമാണ്. സങ്കീർത്തനങ്ങൾ 126:5 ആമേൻ ഇങ്ങനെ വായിക്കുന്നു, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ഏതെങ്കിലും വിഷയത്തിനകത്ത് കരയേണ്ടതായി വരുന്നുണ്ടോ? ഏതെങ്കിലും വിഷയത്തിനകത്ത് സങ്കടപ്പെടേണ്ടതായി വരുന്നുണ്ടോ? ഏതെങ്കിലും വിഷയത്തിനകത്ത് നിരാശപ്പെടേണ്ടതായി വരുന്നുണ്ടോ? ഉറക്കം നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്ന വിധത്തിൽ രാത്രിയുടെ യാമങ്ങളിൽ കണ്ണുനീരൊഴുക്കി കട്ടിലിനെ നനയ്ക്കുന്ന അനുഭവം നിന്റെ ജീവിതത്തിലുണ്ടോ? ആമേൻ. ഇന്ന് രാത്രി കരയുന്ന മാതാക്കളോട്, കരയുന്ന പിതാക്കളോട്, കരയുന്ന കൂടപ്പറപ്പിനോട് സ്വർഗത്തിലെ ദൈവം പറയുന്നു, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. വായിച്ചാട്ട്. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർപ്പോടെ കൊയ്യും. വിത്ത് ചുമന്നും കരഞ്ഞും വിത്ത് ചുമന്നും കരഞ്ഞും വിതച്ചും കൊണ്ട് നടക്കുന്നു. കറ്റ ചുമന്നു ആർത്തും കൊണ്ടുവരുന്നു. ആമേൻ. കണ്ണുനീരിന്റെ കാലം എന്ന് പറയുന്നത് വിതയ്ക്കുന്ന കാലമാ, വിത്തിടുന്ന കാലമാ. ഹല്ലേലൂയ. ആമേൻ. അതെ, കണ്ണുനീരോടെ വിതയ്ക്കുന്നവന് ആർപ്പോടെ കൊയ്യുന്ന ഒരു സുദിനമുണ്ടെന്ന്. ആമേൻ. കണ്ണുനീര്. ആമേൻ. നിന്റെ കണ്ണുനീര് പാഴല്ല കേട്ടോ, അത് വിത്താണ്. ഹല്ലേലൂയ. ഒരു ദിവസം അത് വിളവാകും. ഓ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി നീ കരയുന്നുണ്ടോ? ആമേൻ. നിന്റെ ദേശത്തിന് വേണ്ടി നീ കരയുന്നുണ്ടോ? നിന്റെ കൂടപ്പിറപ്പിന് വേണ്ടി നീ കരയുന്നുണ്ടോ? ആമേൻ. നശിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി നീ കരയുന്നുണ്ടോ? ആമേൻ. കരയുന്നത് ഒരിക്കലും വൃഥാവാകത്തില്ല. ആമേൻ. നശിക്കുന്ന ആത്മാക്കളെ ഓർത്ത് കരയുന്ന മാതാവേ, പിതാവേ, സഹോദര, സഹോദരി, കൂടപ്പിറപ്പേ, ഹല്ലേലൂയ. ഒരാത്മാവ് ഭൂലോകത്തെക്കാൾ വിലയുള്ളതാ. നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുവീൻ. മദ്യത്തിനും മയക്കുമരുന്നിനും ദുശീലങ്ങൾക്കും അടിമപ്പെട്ട് തകർന്നുകൊണ്ടിരിക്കുന്ന യുവതലമുറയ്ക്ക് വേണ്ടി കരയുക. പള്ളിക്ക് വേണ്ടി കരയണ്ട. അതേ, സെമിത്തേരിക്ക് വേണ്ടി കരയണ്ട. ആമേൻ. അതേ, സ്ഥാപനങ്ങൾക്ക് വേണ്ടി, പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി കരയണ്ട. കരയേണ്ടത് എന്തിനു വേണ്ടിയാ? നശിച്ചുകൊണ്ടിരിക്കുന്ന ആമേൻ തലമുറകൾക്ക് വേണ്ടി. ആമേൻ. നിത്യജീവനിലേക്ക് എത്താതിരിക്കുവാൻ ഈ ലോകത്തിന്റെ പ്രഭുവായ സാത്താൻ അനേകരുടെ ഹൃദയത്തെ കുരുടാക്കി അവരെ നിത്യ നരകത്തിലേക്ക് തള്ളിയിട്ട് മദ്യത്തിനും മയക്കുമരുന്നിനും ദുശീലങ്ങൾക്കും അടിമയാക്കി ആമേൻ നരകത്തിലേക്ക് തള്ളിയിട്ടുകൊണ്ടിരിക്കുമ്പോ നിത്യജീവനിലേക്ക് അവരെ തിരിക്കുവാൻ ഉൾനട്ട വചനം അവരെ രൂപാന്തരപ്പെടുത്തുവാൻ, അവരുടെ ജീവിതത്തിൽ അത് ആമേൻ അതേ രൂപാന്തരം വരുത്തുവാൻ, ആമേൻ അതിനോട് അടുക്കുവാൻ ഇടയാകത്തക്ക വിധത്തിൽ ഒരു ദൈവപ്രവൃത്തി ഉണ്ടാകുവാൻ ആമേൻ കരയേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. നിന്റെ കണ്ണീർ പാടല്ല കേട്ടോ, അത് വിത്താണ്. ആമേൻ. ഒരു ദിവസം അത് വിളവാകും. ഹല്ലേലൂയ. ആമേൻ. വൈകുന്നത് ആമേൻ നിരാകരണമല്ല. ഹല്ലേലൂയ. പലരും പറയുന്നു, എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കാണുന്നില്ല, ഞാൻ ഒഴുക്കിയ കണ്ണുനീരിനും മറുപടിയില്ല, ഞാൻ പ്രാർത്ഥിച്ചിട്ടും എന്റെ തലമുറ ആമേൻ മദ്യത്തിൽ നിന്നോ മയക്കുമരുന്നിൽ നിന്നോ അശ്ലീല കൂട്ടുകെട്ടിൽ നിന്നോ പിന്തിരിയുന്നില്ല. ആമേൻ. ഇന്ന് രാത്രി വൈകുന്നത് നിരാകരണമല്ല. വിലാപങ്ങളുടെ പുസ്തകം ആമേൻ 3-ാം അധ്യായം
അതിന്റെ 22, 23 വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നു. യഹോവയുടെ കൃപകൾ അവസാനിച്ചില്ല. ആമേൻ. അവന്റെ കരുണകൾ ഓരോ പ്രഭാതവും പുതിയത്. ഹല്ലേലൂയ. വായിച്ചാട്ടെ. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു. യഹോവയുടെ ദയയാകുന്നു. അവന്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. അവന്റെ കരുണ തീർന്നു പോയിട്ടില്ല. രാവിലെ തോറും പുതിയതും നിന്റെ വിശ്വസ്തത വലിയതുമാകുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് പലരും മുടിഞ്ഞു പോകാതിരിക്കുന്നതിന്റെ കാരണം എന്തെന്നറിയാമോ? ദൈവത്തിന്റെ കൃപയാ, ദൈവത്തിന്റെ കരുണയാ. ആമേൻ. ഓരോ പ്രഭാതവും അത് പുതിയതാ. നീ ഇന്നലെ തോറ്റിരിക്കാം, പക്ഷേ നാളെ പുതിയത് നിനക്കായി ദൈവം ചെയ്യും. ഹല്ലേലൂയ. ആമേൻ. ഇതാണ് പ്രതീക്ഷ. ഹല്ലേലൂയ. പ്രതീക്ഷ ആത്മാവിന്റെ നങ്കൂരമാണ്. ഹല്ലേലൂയ. എബ്രായ ലേഖനം 6-ാം അധ്യായം ആമേൻ 19-ാം വാക്യം. ആമേൻ. ഈ പ്രത്യാശ ആത്മാവിന് ഉറച്ച നങ്കൂരമാകുന്നു. ഹല്ലേലൂയ. വായിച്ചാട്ടെ. എബ്രായ ലേഖനം 6:19. ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരം തന്നെ. ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരം തന്നെ. അത് നിശ്ചയവും സ്ഥിരവും തിരശ്ശീലയ്ക്ക് അകത്തേക്ക് കടക്കുന്നതുമാകുന്നു. ആമേൻ. ഹല്ലേലൂയ. അപ്പോ പ്രത്യാശ, ഈ പ്രത്യാശ ആത്മാവിന് എന്താണ്? ഉറച്ച നങ്കൂരമാകുന്നു. ആമേൻ. നങ്കൂരം ആമേൻ എന്ത് ചെയ്യുന്നു? ഹല്ലേലൂയ. കാറ്റ് വന്നാലും കപ്പൽ ഒഴുകി പോകുവാൻ അനുവദിക്കില്ല. ആമേൻ. അതാണ് നങ്കൂരം. ആമേൻ. നിന്റെ പ്രതീക്ഷ നിന്നെ പിടിച്ചു നിർത്തുമെന്ന്. ഹല്ലേലൂയ. അതേ, പ്രതീക്ഷ നഷ്ടപ്പെട്ടവരായിട്ടല്ല, പ്രതീക്ഷ ഉള്ളവരായി ഇന്ന് രാത്രി ആമേൻ നിന്നെ നയിപ്പാൻ ശക്തനായവർ. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ 11:45. ഹല്ലേലൂയ. ആമേൻ. 11 ആമേൻ 37. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇപ്പോൾ ഞാൻ ചോദിക്കുന്നു, തകർന്ന ഹൃദയം ഉള്ളവരുണ്ടോ? ആത്മഹത്യയുടെ ചിന്തയോടെ പോരാടുന്നവർ ആമേൻ ആമേൻ ഇന്ന് രാത്രി എന്നെ ശ്രവിക്കുന്നുണ്ടോ? വരും ദിനങ്ങളിൽ ഈ സന്ദേശം ശ്രവിക്കുന്ന ആരെങ്കിലും ആമേൻ ആത്മഹത്യയുടെ ചിന്തയോടെ പോരാടുന്നവരാണോ? ആമേൻ ആമേൻ. ഹൃദയം ആമേൻ തകർന്ന അവസ്ഥയിൽ ഉള്ളവരാണോ? ഹല്ലേലൂയ. ആമേൻ. ദൈവമേ, നീ എവിടെയെന്ന് ചോദിച്ചവർ ഹല്ലേലൂയ ആമേൻ ഇന്ന് രാത്രി ആമേൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അപ്രകാരമുള്ളവരോട് ഇടപെടുകയാ. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 25-ാം വാക്യം വേഗത്തിൽ വായിച്ചാട്ടെ. ഹല്ലേലൂയ. ആമേൻ. ഈ ഇന്ന് രാത്രി ഈ 11:37 ആയ സമയത്ത് ഇപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, തകർന്ന ഹൃദയം ഉള്ളവർ ഉണ്ടോ? ആത്മഹത്യ ചിന്തയോടെ പോരാടുന്നവരുണ്ടോ? ആമേൻ. ദൈവമേ, നീ എവിടെയെന്ന് ചോദിച്ചവർ ഹല്ലേലൂയ ശ്രവിക്കുന്നെങ്കിൽ നിന്റെ കണ്ണുനീരിനെ മറികടക്കാത്തൊരു ദൈവമുണ്ട്. ഓ, നിന്റെ സങ്കടങ്ങൾ അറിയുന്ന ഒരു ദൈവമുണ്ട്. ഓ, നിനക്ക് പ്രത്യാശ നൽകുന്ന ഒരു ദൈവമുണ്ട്. നിനക്ക് ശുഭഭാവി ഒരുക്കുന്ന ഒരു ദൈവമുണ്ട്. വായിച്ചാട്ടെ. ഞാൻ നിങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എന്റെ മഹാസൈന്യമായ വെട്ടിക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം ചെയ്യും. ഇന്ന് രാത്രി ആമേൻ ഇതൊരു ആവർത്തനമായി ആമേൻ കേൾക്കുന്നവരുണ്ടാകും, എന്നാൽ ഇത് ആദ്യമായി കേൾക്കുന്നവരുമുണ്ടാകും. ആമേൻ. എന്നാൽ ഇന്ന് രാത്രി ഇത് ആവർത്തന ആമേൻ ആമേൻ ആയിട്ടല്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, പുല്ലുവെട്ടിയും നശിപ്പിച്ച വർഷങ്ങൾ ഞാൻ ആമേൻ ഹല്ലേലൂയ പുനഃസ്ഥാപിക്കും. ദൈവം നഷ്ടപ്പെട്ട വർഷങ്ങൾ തിരികെ നൽകും. ആമേൻ. ഇന്ന് ആമേൻ ഈ നിമിഷം ആമേൻ നീ ഹൃദയം തുറക്കുക. യേശുവേ, എന്റെ ജീവിതം നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു എന്ന് പറയുവാൻ നീ തയ്യാറാണോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. മാനസിക ബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ. ഹല്ലേലൂയ. ഇന്ന് രാത്രി മാനസികമായി തകർന്നിരിക്കുന്ന ചില ജീവിതങ്ങളെ സ്വർഗം വിടുവിക്കുന്ന രാത്രിയായി മാറുകയാണ്. ജനം ആമേൻ ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ട് ആമേൻ നമ്മുടെ നാട്ടിൽ, നമ്മുടെ പഞ്ചായത്തിൽ, നമ്മുടെ വില്ലേജിൽ, ആമേൻ നമ്മുടെ രാജ്യത്ത് ആമേൻ പലവിധമാകുന്ന വിഷയങ്ങൾ ആമേൻ മനസ്സിനെ ആമേൻ വല്ലാതെ അലട്ടി ആമേൻ മാനസിക ബന്ധനത്തിനകത്ത് ആയിരിക്കുന്ന
തകർന്നിരിക്കുന്ന അനേക ജീവിതങ്ങളുണ്ട്. ഹല്ലേലൂയ. ഈ ലോകം നൽകാത്ത സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നുവെന്ന് പറഞ്ഞ ആ കർത്താവിന്റെ ദിവ്യമായ സമാധാനം അങ്ങനെയുള്ള ജീവിതങ്ങളിൽ ഇന്ന് രാത്രി ഉളവാകുവാൻ ആമേൻ ഇടയാകേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ആമേൻ. ചിലരെ സംബന്ധിച്ച് ഇന്ന് രാത്രി ഭയത്തിൽ നിന്നുള്ള ഒരു മോചനം ദൈവം അയക്കുകയാണ്. ഏതൊക്കെയോ വിഷയത്തിനകത്ത് ഭയപ്പെട്ടിരിക്കുന്നു. നാളെ ഓർത്ത്, ഭാവിയെ ഓർത്ത്, ആ കൊടുത്ത് വീട്ടേണ്ട കടഭാരങ്ങൾ, ആ ബാങ്ക് ലോൺ, ആമേൻ ആമേൻ, അതെ, ആ ജപ്തി സംബന്ധിച്ച വിഷയങ്ങൾ, ആ കുഞ്ഞുങ്ങളുടെ ആ ഇന്റർവ്യൂ, ആമേൻ ഹല്ലേലൂയ, ആ ഭവനത്തിന്റെ പണി, ആമേൻ, ആ ബിസിനസ്, വിവിധ വിഷയത്തിനകത്ത് ഭയത്തോടായിരിക്കുന്ന ചില ജീവിതങ്ങളെ പരിശുദ്ധാത്മാവ് കാണുന്നു. ഇന്ന് രാത്രി ആ ഭയത്തിൽ നിന്ന് ഒരു മോചനം ചില കുടുംബങ്ങൾക്കകത്ത് സംഭവിക്കട്ടെ. സഭ ഒന്നടങ്കമായി പ്രാർത്ഥിച്ചാട്ട് ഏത് രാജ്യത്തായിരുന്നാലും, ഏത് ആമേൻ സ്റ്റേറ്റിലായിരുന്നാലും, ഏത് പട്ടണത്തിലായിരുന്നാലും, ഏത് സാഹചര്യത്തിലായിരുന്നാലും ഇന്ന് രാത്രി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. യോബ് തന്റെ ജനത്തിന്, ആമേൻ, സഹോദരന് വേണ്ടി ആമേൻ തന്റെ കഷ്ടതയെ മറന്നു പ്രാർത്ഥിച്ചപ്പോൾ തന്റെ സ്ഥിതിക്ക് ആമേൻ ആമേൻ മാറ്റം വരുത്തിയെന്ന്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ പ്രതീക്ഷ നഷ്ടപ്പെട്ട, പ്രത്യാശ നഷ്ടപ്പെട്ട, കണ്ണുനീരും ദുഃഖവും നിരാശയും പേറിയിരിക്കുന്ന ഒരവസ്ഥയിലായിരിക്കാം ഇന്ന് രാത്രി ഈ സന്ദേശം കേട്ടതാ. നിന്നെ ബലപ്പെടുത്തിയെങ്കിൽ, നിന്നെ ശക്തീകരിച്ചെങ്കിൽ ഇന്ന് രാത്രി ആമേൻ നിന്റെ വിഷയത്തിനകത്ത് മാത്രമല്ല, നിന്റെ ഒരു വാക്ക് കൊണ്ട്, നിന്റെ ഒരു പ്രാർത്ഥന കൊണ്ട് ആമേൻ നിന്റെ ദേശത്ത് ആത്മഹത്യയുടെ വാക്കിൽ നിൽക്കുന്ന ചില വ്യക്തികൾ, കുടുംബങ്ങൾ ഇന്ന് രാത്രി വിടുവിക്കപ്പെടുകയാണ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഭയത്തിൽ നിന്ന് ചില കുടുംബങ്ങൾ മോചിക്കപ്പെടുകയാണ്. ഹല്ലേലൂയ. ചില കുടുംബ പുനഃസ്ഥാപനം. ഹല്ലേലൂയ. ആമേൻ. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ആമേൻ പിണങ്ങി ഡിവോഴ്സിന്റെ വക്കീലായിരിക്കുന്നവർ, ആമേൻ, എത്ര ശ്രമിച്ചിട്ടും പരിഹരിക്കപ്പെടാത്ത വിഷയങ്ങൾ, സംശയങ്ങൾ, ആമേൻ ആമേൻ, സാമ്പത്തിക ക്രമക്കേടുകൾ. ഹല്ലേലൂയ. ഇന്ന് രാത്രി തകർന്നിരിക്കുന്ന കുടുംബങ്ങളെ പുനഃസ്ഥാപിക്കുന്ന ആ ദൈവത്തിന്റെ കരം ആമേൻ ചില കുടുംബങ്ങളിൽ വെളിപ്പെടുവാൻ ഇന്ന് രാത്രി പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ നിങ്ങൾക്കറിയാവുന്ന വ്യക്തികളുണ്ടാകാം, ഒരുപക്ഷെ നിങ്ങൾക്കറിയുന്ന കുടുംബങ്ങളുണ്ടാകാം, ഒരുപക്ഷെ നിങ്ങളുടെ സുഹൃത്തുക്കളായിരിക്കാം, ഒരുപക്ഷെ നിങ്ങളുടെ ആമേൻ അതേ ഉറ്റവരായിരിക്കാം, ഒരുപക്ഷെ നിങ്ങളുടെ ചുറ്റുപാടുമുള്ളവരായിരിക്കാം, ഒരുപക്ഷെ നിങ്ങളുടെ സഭയിലുള്ളവരായിരിക്കാം. ആരുമാകട്ടെ, തകർന്ന കുടുംബങ്ങളായിരിക്കുന്നവരെ അറിയാമെങ്കിൽ അവരുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ചാട്ട്, അവരുടെ വിഷയങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചാട്ട് സഭ ഒന്നടങ്കമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് രാത്രി വലിയ ദൈവിക വിടുതൽ സംഭവിക്കുന്ന രാത്രി. ഹല്ലേലൂയ. ആമേൻ. സൗഖ്യത്തിന്റെ രാത്രി, വിടുതലിന്റെ രാത്രി. ആമേൻ ആമേൻ ആമേൻ. ഹല്ലേലൂയ. പുനഃസ്ഥാപനത്തിന്റെ രാത്രി. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതേ, രോഗികളുടെ മേൽ സൗഖ്യത്തിന്റെ കരം ഇന്ന് രാത്രി ആമേൻ സ്പർശിക്കുന്ന രാത്രിയാണ്. ആമേൻ. ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് പറയാം. മാനസികമായി, ശാരീരികമായി ആമേൻ ആമേൻ വളരെ ഭാരപ്പെട്ട, വളരെ വേദനയോടെ ഈ ദിവസങ്ങളിൽ ഞാൻ ആയിരിക്കുമ്പോൾ എന്നെ ശക്തീകരിക്കുന്ന വചനത്തിന്റെ ശക്തി എന്റെ ശരീരത്തിൽ ഞാൻ വ്യക്തമായി അനുഭവിക്കുന്നു. ഇന്ന് രാത്രി ഞാൻ ഹല്ലേലൂയ ആ കൃപ അനുഭവിച്ചുകൊണ്ട് പറയാം. നിങ്ങളൊരു രോഗിയാണോ? ആമേൻ. നിങ്ങളിൽ അലട്ടുന്ന ഏതെങ്കിലും രോഗങ്ങൾ നിങ്ങളെ ശരീരത്തെ അതേ തളർത്തുന്നുണ്ടോ? ഇന്ന് രാത്രി വചനമയച്ച് സൗഖ്യമാക്കുന്ന യേശുവിന്റെ ആ വചനത്തിന്റെ ശക്തിയെ ആ ശരീരത്തിൽ റിസീവ് ചെയ്യുവാൻ ഇടയാകട്ടെ. ആമേൻ. സൗഖ്യമാക്കുന്നവന്റെ കര രക്ഷിപ്പാൻ കഴിയാതെ ആമേൻ കുറുകിയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ കണ്ട അവന്റെ ചെവി മന്ദമായിട്ടില്ല. സഭ ഒന്നടങ്കമായി ഇന്ന് രാത്രി ഒരുവന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, പാപങ്ങൾ ഏറ്റുപറഞ്ഞ് തമ്മിൽ ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിക്കുമ്പോൾ ദീനക്കാരൻ സൗഖ്യമാകുന്നുവെന്ന് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നു. അങ്ങനെയെങ്കിൽ കുറവുകളെ ഏറ്റുപറഞ്ഞ് ആമേൻ ഒരുവനപ്പെട്ട ആമേൻ രോഗികളായിരിക്കുന്നവരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ആമേൻ. മരുന്ന് എടുക്കരുതെന്ന് ബൈബിൾ പറയുന്നില്ല. ആമേൻ. മരുന്ന് ഉപയോഗിക്കരുതെന്ന് ആമേൻ അതേ വചനം പറയുന്നില്ല. ഹല്ലേലൂയ. ആമേൻ. എന്ന വചനം ആമേൻ ആമേൻ അതേ നാം വിശ്വസിക്കുന്നു. ആമേൻ. ഞാൻ നിങ്ങളെ വചനമയച്ച് സൗഖ്യമാക്കുന്ന ദൈവമെന്ന്. ഹല്ലേലൂയ. ആമേൻ. അതേ, പലപ്പോഴും ആമേൻ ഡോക്ടർമാർ പറഞ്ഞിട്ടില്ലേ, ആമേൻ ഞങ്ങൾ ചെയ്യേണ്ടതെല്ലാം ചെയ്തു. ഹല്ലേലൂയ.
ആമേൻ. ഇനി നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ആമേൻ. അതേ യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ ഹല്ലേലൂയ ആമേൻ അതേ വഴി അമ്പലത്തിൽ കൊണ്ടുപോയി. ആമേൻ. ഇനിയും വല്ലതും അധികം ചിലവിട്ടാൽ ഞാൻ വരുമ്പോ തന്നുകൊള്ളാമെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി മരുന്ന് മാത്രം പോരാ, പ്രാർത്ഥനയും ആവശ്യമാണ്. ഹല്ലേലൂയ. പ്രാർത്ഥന മാത്രം പോരാ, മരുന്നും ആവശ്യമാണ്. ആമേൻ. മരുന്ന് എടുക്കേണ്ടടുത്ത് മരുന്ന് എടുക്കണം. ആമേൻ. എല്ലാ മരുന്ന് കൊണ്ട് മാറുന്ന രോഗമല്ല. ആമേൻ. ചില ദുരാത്മ ആമേൻ അതേ മണ്ഡലങ്ങൾ, ആമേൻ ചില പൈശാചിക വ്യാപാരങ്ങൾ, ആമേൻ അത് മരുന്ന് കൊണ്ട് വരുന്നതല്ല. ആമേൻ. ചില രോഗങ്ങൾ പാപത്തിന്റെ അനന്തര ഫലമായി അതേ സംഭവിക്കുന്നതാകയാൽ ആമേൻ ഇനി മേലാൽ പാപം ചെയ്യരുത്. ആമേൻ. ഹല്ലേലൂയ. ക്ഷണത്തിൽ സൗഖ്യം വന്നു. അപ്പോ പാപം ചില ആമേൻ വിഷയത്തിനകത്ത് ഉണ്ടെങ്കിൽ ആമേൻ സൗഖ്യം വ്യാപരിക്കത്തില്ല. ആമേൻ. ഇന്ന് രാത്രി മരുന്ന് കൊണ്ട് ഭേദമാകേണ്ടത് മരുന്ന് കൊണ്ട് ഭേദമാകും. എന്നാൽ ഹല്ലേലൂയ പ്രാർത്ഥന കൊണ്ട് ഭേദമാകേണ്ടത് പ്രാർത്ഥന കൊണ്ട് ഭേദമാകും. ആമേൻ. ഇന്ന് രാത്രി ആമേൻ വചനം അയച്ച് സൗഖ്യമാക്കുന്നവൻ ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ. ഇന്ന് രാത്രി അതേ 12 സംവത്സരവും രക്തം വാർന്നൊഴുകിയ സ്ത്രീ ആമേൻ ആരാലും സൗഖ്യമാകാതെ ഹല്ലേലൂയ അവൾ യേശുവിന്റെ വാർത്ത കേട്ട് യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടപ്പോ അവൾ സൗഖ്യമായി, ബാധ ഒഴിഞ്ഞ് സ്വസ്ഥയായി. ഹല്ലേലൂയ. ഓ ബാധകൾ പോലെ ഓ നിന്നെ പിന്തുടരുന്ന രോഗങ്ങൾ ഇന്ന് രാത്രി ആമേൻ വിശ്വസിക്കുമ്പോൾ വചനത്തിന്റെ ശക്തി മൂലം സൗഖ്യമാകുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ. സാമ്പത്തിക തകർച്ച ഹല്ലേലൂയ. എത്ര അധ്വാനിച്ചിട്ടും എത്ര സമ്പാദിച്ചിട്ടും ആമേൻ ഹല്ലേലൂയ ആ മേഖലയിൽ ആമേൻ യാതൊരു വ്യത്യാസവും കാണുവാൻ കഴിയാതെ ആയിരിക്കുന്ന ചില ജീവിതങ്ങൾ, ചില കുടുംബങ്ങൾ ഇന്ന് രാത്രി ആ മേഖലയിൽ ദൈവത്തിന്റെ വലിയ ഓ ഹല്ലേലൂയ ഇടപെടലുകൾ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. യശയ്യാപ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം. ഹല്ലേലൂയ. ഇതാ ഞാൻ ഒരു പുതിയ കാര്യം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ പുതിയതൊന്ന് ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. അത് ഇപ്പോൾ ഉത്ഭവിക്കും. അത് ഇപ്പോൾ ഉത്ഭവിക്കും. നിങ്ങൾ അത് അറിയുന്നില്ലയോ? നിങ്ങൾ അത് അറിയുന്നില്ലയോ? അതേ ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. ആമേൻ. വഴികളും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാകും. എല്ലാ കണ്ണുകളും അടച്ചാണ്. ഹല്ലേലൂയ. ഈ ആഴ്ച നമ്മെ വിട്ട് കടന്നു പോവുകയാണ്. പുതിയൊരാഴ്ചയിലേക്ക് നാം ചുവടുവെക്കുവാൻ പോവുകയാണ്. ആമേൻ. പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു. ഈ ആഴ്ച ചെയ്തെടുക്കേണ്ടത് ബാക്കിയായിരിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. നിരാശപ്പെടേണ്ട. പുതിയൊരാഴ്ച ദൈവം ദാനമായി നൽകുന്നെങ്കിൽ നിന്റെ ജീവിതത്തിൽ പുതിയ കാര്യങ്ങൾ ദൈവം ചെയ്യും. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടയ്ക്കും. കർത്താവേ, ഇന്ന് രാത്രി ഈ ലൈവ് കാണുന്ന ഓരോ ഹൃദയത്തിൽ അവിടെ നിന്ന് പുതിയൊരു തുടക്കം സൃഷ്ടിക്കണമേ. കർത്താവേ, ഇന്നത്തെ ഈ അർദ്ധരാത്രി നിമിഷം കരച്ചിലിന്റെ രാത്രിയിൽ നിന്ന് ജയത്തിന്റെ പ്രഭാതത്തിലേക്ക് ഓരോ കുടുംബങ്ങളെയും ഓരോ വ്യക്തികളെയും ഓരോ ജീവിതങ്ങളെയും ആമേൻ നയിക്കണമേ. ഈ രാത്രിയിൽ നിന്ന് ജയത്തിന്റെ പ്രഭാതത്തിലേക്ക് ഓരോരുത്തരെയും കൈപിടിച്ച് നടത്തണമേ. കണ്ണുനീരിനെ ആനന്ദമായി മാറ്റണമേ. നിരാശയെ പ്രത്യാശയാക്കി മാറ്റണമേ. ഈ രാത്രി മുതൽ നിത്യജീവന്റെ പാതയിൽ നടക്കുവാൻ എല്ലാവരെയും ശക്തിപ്പെടുത്തണമേ. ഞങ്ങൾക്കായി കാൽവരിയിൽ ജീവൻ അർപ്പിച്ച യേശുക്രിസ്തുവിൻ നാമത്തിൽ താഴ്മയെ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് രാത്രി ആമേൻ ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ച എല്ലാവരെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം എല്ലാ നിലകളിലും സമൃദ്ധിയായി ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ. ചില രാത്രികൾ ഉറക്കത്തിനല്ല, പ്രാർത്ഥനയ്ക്കാണ്.
ഹല്ലേലൂയ. ചില കണ്ണീർ ആമേൻ ദൗർഭാഗ്യമല്ല, ആമേൻ അത് ദൈവത്തിന്റെ ആമേൻ മുമ്പിലുള്ള സമർപ്പണമാണ്. ഇന്ന് രാത്രി എത്ര പേർ തങ്ങളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കും? ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ആമേൻ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ഈ കേൾക്കുന്ന പാട്ട് വേദനയിൽ നിന്ന് ഉള്ള നിലവിളിയല്ല, വിശ്വാസത്തിൽ നിന്നുള്ള പ്രഖ്യാപനം. രാത്രി നീ വരും ഹൃദയം തൊടുവാൻ, മൗനത്തിലെ കരച്ചിൽ നീ കേൾക്കുവാൻ, ഇരുളിന്റെ നടുവിൽ വെളിച്ചമാകാൻ, തകർന്ന മനസ്സുകൾ പുതുക്കുവാൻ, വരണ്ട ആത്മാവിൽ നീർധാരയായി, ക്ഷീണിച്ച ജീവൻ ശക്തിയായി, അടഞ്ഞ വാതിൽ തുറക്കുവാൻ, കെട്ടുകൾ എല്ലാം അഴിയുവാൻ, യേശുവേ ഇന്ന് ഞങ്ങൾ വിളിക്കുന്നു, നിന്റെ സന്നിധി ഇവിടെ നിറയുന്നു, കൃപയുടെ മഴ ഇന്ന് പെയ്യുന്നു, ഞങ്ങളുടെ ജീവിതം മാറുന്നു, പ്രാർത്ഥനകൾക്കുത്തരം തരാൻ, നിരാശയെ പ്രത്യാശയാക്കാൻ, വിണവനെഴുന്നേൽപ്പിക്കാൻ, ഭയത്തെ നീക്കുവാൻ, വരണ്ട ആത്മാവിൽ നീർധാരയായി, ക്ഷീണിച്ച ജീവൻ ശക്തിയായി, അടഞ്ഞ വാതിൽ തുറക്കുവാൻ, കെട്ടുകയെല്ലാം അഴിയുവാൻ, യേശുവേ ഇന്ന് ഞങ്ങൾ വിളിക്കുന്നു, നിന്റെ സന്നിധി ഇവിടെ നിറയുന്നു, കൃപയുടെ മഴ ഇന്ന് പെയ്യുന്നു, ഞങ്ങളുടെ ജീവിതം മാറുന്നു. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയം ഞങ്ങളുമായി ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ളവർ 9774703489 എന്ന നമ്പറിലോ 9778201595 എന്ന നമ്പറിലോ വാട്സ്ആപ്പ് നമ്പറിലോ മെസ്സഞ്ചറിലോ ഇൻസ്റ്റാഗ്രാമിലോ ഗൂഗിളിലോ ഫേസ്ബുക്ക് അക്കൗണ്ടിലോ യൂട്യൂബിലോ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങളുടെ പ്രോഗ്രാം ഈ ആപ്ലിക്കേഷനിലൊക്കെ അവൈലബിൾ ആണ്. ദൈവമായ കർത്താവ് എല്ലാവരെയും എല്ലാ നിലകളിലും ധാരാളമായി അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹതീരം പ്രയർ ഫാമിലി. ദൈവം അനുവദിച്ചാൽ നാളത്തെ ആത്മീയ ആരാധനയിൽ നമുക്ക് ഒരുമിച്ച് പങ്കാളിത്തം വഹിക്കാം. സമയവും സന്ദർഭവും സാഹചര്യവും നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ ആ കൂട്ടായ്മയിൽ പങ്കാളികളാകുക. കർത്താവിന്റെ അന്ത്യകൽപ്പനയാണ് ഭൂലോകത്തേക്ക് പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക എന്നുള്ളത്. ആകയാൽ നമുക്ക് ലഭിക്കുന്ന ആയുസ്സ് ദൈവനാമ മഹത്വത്തിനായി ഗ്രാമങ്ങളിൽ, തെരുവുകളിൽ, പട്ടണങ്ങളിൽ ആമേൻ ലോകത്തിന്റെ അറ്റത്തോളം ആ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഭാഗവാക്കാകാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ദേശത്ത്, നിങ്ങളുടെ ഗ്രാമത്തില്, നിങ്ങളുടെ ജില്ലയില്, നിങ്ങളുടെ പഞ്ചായത്തില് ആമേൻ ഒരുമിച്ച് പരസ്യമായി കർത്താവിനെ പ്രസംഗിക്കുവാൻ, ശുശ്രൂഷിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആമേൻ സ്നേഹതീരം പ്രയർ ഫാമിലി അതിന് തയ്യാറാണ്. നമുക്ക് വാഹനമുണ്ട്, സൗണ്ട് സിസ്റ്റം ഉണ്ട്. ആമേൻ നമുക്ക് ഒരുമിച്ച് നമ്മുടെ ദേശത്ത് പരസ്യമായി കർത്താവിനെ ഉയർത്താം. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുമല്ലോ. ഗോഡ് ബ്ലെസ് യു. സീ യു അഗൈൻ.